ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ മൂകാംബികയിലാണ് ഉള്ളത്. നമ്മൾ ഇവിടുന്ന് കുടജാദ്രിയിലേക്ക് ഒരു ഓഫ് റോഡിങ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ജീപ്പൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. അതിൽ ഏതാണ്ട് 30 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ഓഫ് റോഡാണ്. അതിനുശേഷം 1 hour ഓളം മല കയറണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ തന്നെ പുറപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് ഓഫ് റോഡിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള കോൺക്രീറ്റ് റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഷിമോഗ ജില്ലയിൽ സഖ്യപർവ്വത മലനിരകളിലായിട്ട് 1343 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് ഈ കുടജാദ്രി. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളങ്ങനെ ഓഫ് റോഡിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, വഴുക്കലുണ്ട്. അതുകൊണ്ട് ഡ്രൈവറൊക്കെ ശ്രദ്ധിച്ചാണ് വണ്ടി എടുക്കുന്നത്. പിടിച്ചതോടെ മലനിരകളിൽ ഫുള്ള് കോടമഞ്ഞായിട്ട് നല്ല രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടി ഇടയ്ക്ക് യാത്രയുടെ ഇടയ്ക്ക് ഒന്ന് നിർത്തിത്തരാമെന്ന് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ എത്തുക. തലയിൽ ഇതിട്ടാണേ. നമ്മളങ്ങനെ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുടജാദ്രിയിൽ മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ അങ്ങനെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സർവജ്ഞ പീഠത്തിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഇത് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. കാര്യം ഒരു സൈഡിൽ അഗാധമായ കൊക്കയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ദീർഘദൂരമായ നടത്തത്തിന് ശേഷം കുടജാദ്രിയിൽ ശങ്കരാചാര്യരുടെ മണ്ഡപത്തിൽ അവിടെ എത്തി. പക്ഷേ സർവജ്ഞ പീഠത്തിലെത്തി. പക്ഷേ മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ണനൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ, കണ്ടോ? ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആയിട്ടില്ല. സൈഡിലോട്ട് പോരുത്. ആ, നീ പറഞ്ഞോ, പറ. എടാ, ഏയ് അവിടെ നില്ല, ഇതിനകത്ത് ആര്? ആ, മറ്റേ അരവിന്ദൻ്റെ അതിഥികളെ. അവിടെ അകത്ത് കയറി ഇരിക്കാം. ചെരുപ്പ് ഊരിട്ടില്ല.